15 വർഷം കൊണ്ട് 13,001 കാർസ് സെയിൽ ചെയ്ത ഒരു പ്രൊഫഷണലാണ് ജോ ജെറാൾഡ്. ഈ ജോ ജെറാൾഡിന് പെർ ഇയർ ഏതാണ്ട് 886ഓളം കാർസ്, അതായത് മന്ത്ലി ഒരു 72 കാർസ് പുള്ളി സെയിൽസ് നടത്തുന്നു. പക്ഷേ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് വ്യൂ, നമ്മുടെ ഒരു സാറ്റലൈറ്റ് വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് അല്ലെ ഇങ്ങനെ ചെയ്താൽ ഇതിന് ഇത്ര സൊല്യൂഷൻ ഇങ്ങനെ കൊടുത്താൽ ഒരു സ്ട്രക്ചറാക്കി അവരുടെ പ്രോസസ്സ് അവരുടെ വിജയത്തിന് വേണ്ടി പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. സോ അതിന് വേണ്ട പ്രാക്ടീസസ്, അതിന് വേണ്ട റൈറ്റ് തോട്ട് പ്രോസസ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോച്ച്. ഒരു ഐഡിയൽ സെയിൽസ് പ്രൊഫഷണൽ, ഒരു സെയിൽസ് പ്രൊഫഷണലിൻ്റെ ഞാനൊരു റോൾ മോഡലിൻ്റെ പേര് പറയാം, ജോ ജെറാൾഡ്. ജോ ജെറാൾഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു സെയിൽസ് പ്രൊഫഷണലാണ്. എപ്പോഴും റിലീജിയനും അതിലുമെല്ലാം ഉപരി മനുഷ്യത്വം എന്നുള്ളതും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇത് കൂടാതെ നമ്മളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഏതൊക്കെ ടാർഗറ്റ് ഓഡിയൻസിൽ എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇന്ന റിലീജിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ബുദ്ധിപരമായി അതിനോട് റിയാക്ട് ചെയ്യാതെയും റെസ്പോണ്ട് ചെയ്യാതെയും മൗനത്തിലൂടെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ആ ഒരു ചോദ്യം മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് എപ്പോഴും മാറി സഞ്ചരിക്കുന്നതാണ് ഉചിതം. Hi, welcome to the show. This is Rahul Vamadevan, NLP sales coach. Today we would like to discuss about sales. എന്താണ് രാഹുൽ സെയിൽസ്, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെയിൽസ് എന്നതുകൊണ്ട് ഒരാളുടെ പെയിൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിൻ്റെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി നമുക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് ഐഡിയലി. ഇതൊരു പ്രൊഫഷനായിട്ടാണ്. ഇതൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഒരു പ്രൊഫഷനാണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ കമ്പനിയുടെ ഒരു മെയിൻ ഫേസാണ് സെയിൽസ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കൃത്യമായിട്ട് എന്താണ് ആ മനുഷ്യൻ്റെ അവസ്ഥ അറിഞ്ഞ് ആ മനുഷ്യൻ്റെ നീഡ് അറിഞ്ഞ് കൃത്യതയോടുകൂടി നമ്മളുടെ പ്രോഡക്റ്റ് മാച്ച് ചെയ്ത് അവരിലെത്തിക്കുക, അതാണ് സെയിൽസ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി എങ്ങനെയാണ് അവരുടെ പ്രോഡക്റ്റ് ആ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതെന്ന് എല്ലാ പ്രോസസ്സും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്, അതാണ് സെയിൽസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സെയിൽസ് കോച്ചിങ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? സെയിൽസിൽ പല രാജ്യങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി UAE പോലുള്ള സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ നിന്ന്, പല കൾച്ചറിൽ, പല റിലീജിയസിൽ, പല ഫ്രണ്ട് സർക്കിളിൽ, പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റികളിൽ ജനിച്ചു വന്ന ആൾക്കാർ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകതയായിട്ടുള്ള അലൈൻ ചെയ്തേക്കുന്ന ഒരു കമ്പനിയുടെ അല്ലെ അതിൻ്റെ ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് ഓൾ ഓഫ് എ സഡൻ അവരുടെ കമ്പനിയിലെ പ്രോഡക്റ്റോ സർവീസോ അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു പ്രോഡക്റ്റ് നോളജ് മാത്രം പോരാ, ആ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നും അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നും ഇവരെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവർ അറിഞ്ഞിരിക്കണം. ഇവരുടെ മാർക്കറ്റ് പൊസിഷനിങ് എന്താണ്, സ്ട്രാറ്റജി എന്താണ്, അത് എത്രയാണ് ഇവർ ഈ വർഷം ഇടുന്ന ഗോള്, അതിലെത്രത്തോളം ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൽ ഇവർക്ക് എവിടെയൊക്കെയാണ് ഇവർക്ക് അവയർനെസ് കുറവുള്ളതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവർക്ക് അവരുടെ മനസ്സും അതുപോലെ തന്നെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ മനസ്സും അറിഞ്ഞ് അവരുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഇവർ തനിയെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുറവുകൾ നമ്മൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നു, ട്രെയിനിങ്ങുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുകയും പല കമ്പനികളും പ്രൊവൈഡേഴ്സും തരുന്ന ആ ഒരു നോളജ്, ബണ്ടിൽ ഓഫ് നോളജ് നമ്മൾ തന്നെയാണ് അത് സോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലാക്കുന്നത്. പക്ഷേ കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് വ്യൂ, നമ്മുടെ ഒരു സാറ്റലൈറ്റ് വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് അല്ലെ ഇങ്ങനെ ചെയ്താൽ ഇതിന് ഇത്ര സൊല്യൂഷൻ ഇങ്ങനെ കൊടുത്താൽ ഒരു സ്ട്രക്ചറാക്കി അവരുടെ പ്രോസസ്സ് അവരുടെ വിജയത്തിന് വേണ്ടി പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. സോ അതിന് വേണ്ട പ്രാക്ടീസസ്, അതിന് വേണ്ട റൈറ്റ് തോട്ട് പ്രോസസ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോച്ചിങ്. അതുകൊണ്ടാണ് കോച്ചിങ് ഇസ് ടു ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ഐഡിയൽ സെയിൽസ് പ്രൊഫഷണൽ ആരാണ്?
ഒരു ഐഡിയൽ സെയിൽസ് പ്രൊഫഷണൽ, ഒരു സെയിൽസ് പ്രൊഫഷണലിൻ്റെ ഞാനൊരു റോൾ മോഡലിൻ്റെ പേര് പറയാം. ജോ ജെറാൾഡ്. ജോ ജെറാൾഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു സെയിൽസ് പ്രൊഫഷണലാണ്. 15 വർഷം കൊണ്ട് 13,001 കാർസ് സെയിൽ ചെയ്ത ഒരു പ്രൊഫഷണലാണ് ജോ ജെറാൾഡ്. ഈ ജോ ജെറാൾഡിന് പെർ ഇയർ ഏതാണ്ട് 886ഓളം കാർസ്, അതായത് മന്ത്ലി ഒരു 72 കാർസ് പുള്ളി സെയിൽസ് നടത്തുന്നു. ഇതിൽ അവധി ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു ദിവസം എത്ര സെയിൽസ് പുള്ളി നടത്തുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ആവറേജ് പുള്ളിയുടെ പേസ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ഐഡിയൽ സെയിൽസ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്തതോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ, അങ്ങനെയല്ല. ഒരു ഐഡിയൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പെയിൻ, അതുപോലെ തന്നെ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യം, ഇത് മനസ്സിലാക്കി അവർക്ക് അവരുടെ ഒരു ആവശ്യം മനസ്സിലാക്കി ഒരു പ്രോഡക്റ്റ് അവരെ വളരെയധികം വിശ്വാസ്യതയിൽ സത്യസന്ധമായിട്ട് അവരിലേക്ക് എത്തിക്കാനും അത് എത്തിക്കുന്നത് വഴി ആ ഒരു ക്ലയൻറ്റിനെ ഒരു കസ്റ്റമറാക്കി മാറ്റി വളരെ കൃത്യതയോടെ ലോങ് ടൈമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ആർക്കൊക്കെ സാധിക്കുന്നോ അവരൊക്കെ ഒരു നല്ല സെയിൽസ് പ്രൊഫഷണൽ തന്നെയാണ്. മജോറിറ്റി ആൾക്കാരും നല്ല സെയിൽസ് പ്രൊഫഷണൽ തന്നെയാണ്. അവർക്ക് ക്ലാരിറ്റി കൂടുന്തോറും അവരുടെ പെർഫോമൻസ് ലെവൽ കൂടും. ഓക്കെ, ഒരു സെയിൽസ് പ്രൊഫഷണൽ ആകാൻ എന്തൊക്കെയാണ് എലിജിബിലിറ്റി? സെയിൽസിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സെയിൽസ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ മാത്രമാണ് നമ്മുടെ ലിമിറ്റ് സ്കൈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സ്കൈ ഈസ് എ ലിമിറ്റ് ഇൻ സെയിൽസ്. നമുക്ക് വേണ്ട അത്രയും അബണ്ടൻസും നമ്മുടെ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനാണ് സെയിൽസ്. അതിൽ അതിൻ്റെ എലിജിബിലിറ്റി സ്കെയിലിൽ ആഗ്രഹമാണ് അതിൻ്റെ ബേസ്. അടങ്ങാത്ത ആഗ്രഹവും പിന്നെ പഠിക്കുന്നതിനുള്ള മനസ്സും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി ഏതൊരുവനും സെയിൽസിൽ സക്സീഡ് ആകാം. സെൽഫ് ലേണിങ്ങും വേണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നുള്ള കളക്റ്റീവ് ലേണിങ്സ് വേണം, പിന്നെ കോച്ചിങ്ങുകൾ പോലെ മെൻറ്ററിങ് പോലെയുള്ള സപ്പോർട്ടോടുകൂടി അവരുടെ ലെവൽ എൻഹാൻസ് ചെയ്യാം. അവരുടെ എലിജിബിലിറ്റി അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ബേസിക് എലിജിബിലിറ്റി ആഗ്രഹവും, അതുപോലെ തന്നെ അടങ്ങാത്ത ആഗ്രഹവും, അതുപോലെ തന്നെ പഠിക്കാനുള്ള മനസ്സും. ഒരു സെയിൽസ് പ്രൊഫഷണൽ ചോദിക്കേണ്ട കോർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വളരെ നല്ല ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു സെയിൽസ് പ്രൊഫഷനിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ബേസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറയാം, ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങുന്നതിനും ഒരു സ്വർണം വാങ്ങുന്നതും പ്രൊഫഷണലിന് ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ ഡെവലപ്പ് ചെയ്യാം. അതായത് ആ ഒരു കോൺസെപ്റ്റിൻ്റെ പേര് സ്പിൻ ക്വസ്റ്റ്യൻ മെത്തേഡ് എന്നാണ്. അതായത് കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അവരിപ്പോൾ നിലവിൽ പ്രോബ്ലം എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇംപ്ലിക്കേഷൻ, അതായത് അത് ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, പിന്നെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഈ ക്വസ്റ്റ്യൻ ഓരോ പ്രോഡക്റ്റിനെ അനുസരിച്ച്, ഓരോ സർവീസിനെ അനുസരിച്ച്, ഓരോ അവസ്ഥകളനുസരിച്ച് കൃത്യമായിട്ട് ടൈലർ ചെയ്തിരിക്കണം. പ്രോഡക്റ്റിനെ അനുസരിച്ചും അവരവരുടെ കമ്പനി അനുസരിച്ചും. അപ്പോൾ കറക്റ്റ് ചോദ്യങ്ങളിലൂടെ അവരുടെ ബ്രെയിനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ നമുക്ക് കിട്ടും. ആ ആൻസറുകളിലൂടെ നമുക്ക് കറക്റ്റ് ഇവർ ടാർഗറ്റഡ് ഓഡിയൻസ് ആണോ, കറക്റ്റ് നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചോദിക്കേണ്ട ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കർ കറക്റ്റായിട്ട് ഇവരാണോ, പിന്നെ ഇത് കൂടാതെ ഇവരുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടോ, നേരത്തെ ഏതെങ്കിലും ഒബ്ജക്ഷൻസുകളുണ്ടോ, ഈ ഒബ്ജക്ഷൻസുകളുണ്ട്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ലിസണിങ് സ്കിൽസ് സെയിൽസ് പ്രൊഫഷണലിൽ എന്തുകൊണ്ടാണ് ക്രൂഷ്യൽ ആണെന്ന് പറയുന്നത്? ടെല്ലേഴ്സ്, അതായത് സംസാരിക്കുന്ന വ്യക്തികൾ അല്ലെ സംസാരിക്കുന്ന പ്രൊഫഷണൽസ്, അവരെപ്പോഴും വിൽക്കുന്നത് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും. ശ്രദ്ധിച്ച് ലിസൺ ചെയ്ത് വിൽക്കുന്ന പ്രൊഫഷണൽസ് അവർ വിൽക്കുന്നത് എപ്പോഴും ഒരു വിശ്വാസത്തിലുള്ള അവരുടെ ഒരു സൊല്യൂഷനായിരിക്കും, ക്ലയൻറ്റിൻ്റെ സൊല്യൂഷനായിരിക്കും. കാരണം ഇവരെപ്പോഴും മറ്റേ ആൾക്കാർ ഒരു ഓൾറെഡി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. അവരുടെ വ്യഗ്രത എത്രയും പെട്ടെന്ന് ഇത് പറഞ്ഞ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് അവരറിഞ്ഞ് ചെയ്യുന്നതല്ല. കാരണം ഇതിന് പ്രോപ്പറായിട്ട് സെയിൽസിൻ്റെ സ്ട്രക്ചർ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അതേസമയം കേട്ടിരിക്കുന്ന ഒരുവൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ഇവർ ടാർഗറ്റഡ് ക്ലയൻ്റ് ആണ് അല്ലെ പ്രോസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്താണ് എഗെയിൻ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പിന്നെയും അവരുടെ മനസ്സ് തുറക്കും, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും. ഈ സംസാരിക്കുമ്പോൾ ഇവരുടെ എങ്ങനെയാണ് ഇവർ ഇമോഷണലി നമ്മളുടെ അല്ലെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കും നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് അപ്പം അവരുടെ ഒപ്പം അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ഈ ബിസിനസ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതാണ് ലിസണേഴ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇപ്പോൾ ഒരു സെയിൽസിൽ പ്രൂഫ് ആൻഡ് ഫാക്ട്സ് എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണത്? നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തു. നമ്മുടെ ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് പറയുകയും നമ്മളുടെ ബിസിനസ്സിൻ്റെ സ്പെഷ്യാലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തു. ഇതെല്ലാം ക്ലയൻറ്റിന് മനസ്സിലായി, ക്ലയൻറ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അടുത്തൊരു ഫേസിലേക്ക് ക്ലയൻറ്റിന് വിശ്വാസം വരുന്നതിനായിട്ട് കേസ് സ്റ്റഡീസ്, ടെസ്റ്റിമോണിയൽസ്, ഇതെല്ലാം നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചേക്കുന്നതിൻ്റെ ഒരു പ്രൂഫാണ്. ഓക്കെ, ഫാക്ട്സ് എപ്പോഴും പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ് ഫാക്ട്സ് അവർ പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് പ്രൂഫ്, ഇന്ന കാര്യങ്ങളിലെ തെളിവുകൾ നമ്മൾ കൊടുക്കുന്നു, അതിനെ സാധൂകരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. അത് ചിലപ്പം ആർട്ടിക്കിൾസ് ആകാം, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആകാം, ഗവൺമെൻറ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് രണ്ടും വളരെ കൃത്യമായി എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നും അത് എപ്പോൾ പ്ലേസ് ചെയ്യണമെന്നും ഒരു സെയിൽസ് പ്രൊഫഷണൽ അറിഞ്ഞിരിക്കണം. കാരണം ആദ്യമേ കൊണ്ടുപോയി പ്രൂഫ് ആൻഡ് ഫാക്ട്സ് കൊടുത്താൽ അവർ ശ്രമിക്കുന്ന ഇവർ നമ്മളെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരിതാണ്. അതേസമയം അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൂഫ് ആൻഡ് ഫാക്ട്സ് പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ അവരാണ് ചോദിക്കുന്നത്, ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ആൾക്കാർ വല്ലതും ഉണ്ടോ, എനിക്കൊന്ന് ചോദിക്കാനാണ്. കാരണം ദേ ആർ റെഡി ടു ബൈ, ദേ നീഡ് എ ക്ലാരിറ്റി. മൾട്ടിപ്പിൾ കൾച്ചർ, റിലീജിയസ്, ഈ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ആവറേജ് നോളജ് ഇതിലെല്ലാം കുറിച്ച് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും റിലീജിയനും അതിലുമെല്ലാം ഉപരി മനുഷ്യത്വം എന്നുള്ളതും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇത് കൂടാതെ നമ്മളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഏതൊക്കെ ടാർഗറ്റ് ഓഡിയൻസിലെന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇറ്റ്സ് ആൻ ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ബുദ്ധിപരമായി അതിനോട് റിയാക്ട് ചെയ്യാതെയും റെസ്പോണ്ട് ചെയ്യാതെയും മൗനത്തിലൂടെ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ആ ഒരു ചോദ്യം മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് എപ്പോഴും മാറി സഞ്ചരിക്കുന്നതാണ് ഉചിതം. കാരണം നമ്മൾക്ക് അവിടെ ഡിബേറ്റുകളിലേക്ക് പോകാതെ വാദപ്രതിവാദങ്ങളിലൊന്നും നടത്താതെ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. അവരിൽ നിന്ന് ക്ലാരിറ്റി, അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് അവരുടേതായ ഒരു പെർസെപ്ഷൻസ് കാണാം. നമ്മളതിനെയൊക്കെ എന്താ പറയുന്നത് ഉൾക്കൊള്ളുകയും അതല്ലെങ്കിൽ നമ്മൾ അതിനോട് അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യാതെ നമ്മളതുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, ഇപ്പോൾ രാഹുലിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കോൺട്രവേഴ്സീസ് ആൻഡ് പബ്ലിക് നറേറ്റീവ്സിനെ രാഹുൽ എങ്ങനെ വ്യൂ ചെയ്യുന്നുണ്ട്? ഞാൻ കോൺട്രവേഴ്സീസ് ആൻഡ് പബ്ലിക് നറേറ്റീവ്സ് ഇതിൽ രണ്ടിനും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസ് പ്രൊഫഷണലിനും അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ഇതുപോലെയുള്ള നമ്മുടെ ഈ കോച്ചിങ് ഫീൽഡിൽ വരുമ്പോൾ നമ്മളത് കാണാറുള്ളതാണ്. ഇത് രണ്ടും നമ്മളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ ഇത് വളരെ പർപ്പസ് ഡ്രിവൺ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് നല്ല കോൺഫിഡൻസോട് ഇവരുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് നോക്കി പോയാൽ മതി. ഈ പബ്ലിക് നറേറ്റീവ്സും കോൺട്രവേഴ്സീസും നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക. കാരണം എപ്പോഴും ഒരു സത്യത്തിന് 3 സൈഡ്, വാദി പ്രതി അതുപോലെ തന്നെ സത്യം 3. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് 4 സൈഡുണ്ട്. മീഡിയ ഈ മീഡിയയുടെ സൈഡുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ലാത്തപ്പോൾ നമുക്കതിന് നമ്മുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോ കമൻസ്. അത് നോ കമൻസ് എന്നുള്ളത് അല്ലാതെ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് അവിടെ എടുക്കുക. എനിക്കറിയില്ലാത്ത കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത്. 1 അത്. പിന്നെ 2 പബ്ലിക് നറേറ്റീവ്സ്. അതും നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യുന്നവരെ അവരുടെ അറിവിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ആകുലതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അവരതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അവർ എത്തിക്കുമായിരുന്നു. ഒരു പീക്ക് പെർഫോമൻസ് ഒരു സെയിൽസ് പ്രൊഫഷണൽ എങ്ങനെ അച്ചീവ് ചെയ്യും? ഒരു പീക്ക് പെർഫോമൻസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവന് കോൺഫിഡൻസ് ഉറപ്പായിട്ടും വേണം. ആ ഒരു ബിസിനസ്സിൽ, ആ ഒരു കമ്പനിയിൽ, ആ ഒരു സെയിൽസ് പ്രൊഫഷണലിന് പീക്ക് പെർഫോമൻസ്
എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പീക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അവരുടെ കഴിവുകൾ മാത്രമല്ല, അവരുടെ സെയിൽസ്, എൻ്റെ ടീം, അവരെ കോർഡിനേറ്റേഴ്സ്, ഇതെല്ലാ ആൾക്കാരുമായിട്ടുള്ള നല്ലൊരു വർക്ക് ഫ്ലോ ഇവർക്കുണ്ടായിരിക്കണം. അതിന് ഒരു സ്ട്രക്ചറും ഒരു പ്രിപ്പറേഷനും ഒരു പ്രൊആക്റ്റീവ്നെസ്സോടെ ഉണ്ടായിരിക്കണം. ഇത് എന്താ പറയുക, ഒരു കമ്പൈൻഡ് പ്രോസസ്സാണ്. അല്ലാതെ തനിയെ ഒരാൾക്ക് തന്നെ ഒരു വിജയം നേടാൻ സാധ്യമല്ല. സെയിൽസിൽ നമ്മൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്താലും സർവീസ് മോശമാണെങ്കിൽ കാര്യമില്ല, റിപ്പീറ്റ് സെയിൽസ് കിട്ടത്തില്ല. കോർഡിനേഷൻ മോശമാണെങ്കിൽ ഇവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നാളെ രാവിലെ കറക്റ്റ് 10 മണിക്ക് ഞാൻ നിങ്ങൾക്ക് സാധനം ഡെലിവറി ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. സെയിൽസ് ക്ലോസ് ചെയ്തിരുന്നത് വൈകുന്നേരം 5:15 ഇവരുടെ കമ്പനിയുടെ നിയമപ്രകാരം 5 മണി കഴിഞ്ഞ് സെയിൽസിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ലോജിസ്റ്റിക്സിലും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് എനിക്ക് നാളെ ഒരു ഡെലിവറി ഉണ്ട്, പേയ്മെൻറ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇല്ല കമ്പനി നിയമപ്രകാരം കൊടുക്കാൻ പറ്റില്ല, ഇത് ഓൾറെഡി ഫസ്റ്റ് ചെയ്ത് പറ്റില്ല. അന്നേരം അവിടെ പ്രോമിസ് ബ്രേക്ക് ആവും. അവിടെ പോകുന്ന സെയിൽസ് പ്രൊഫഷണലിൻ്റെ മാത്രമല്ല, ട്രസ്റ്റ് ഡാമേജ് ആണ് കമ്പനിയുടെയും കൂടെ. അതുകൊണ്ട് നമ്മളിപ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളോ വളരെ കൃത്യമായിട്ട് മ്യൂച്വലി മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമാണ് ഒരു പീക്ക് പെർഫോമൻസിലേക്ക് കോൺഫിഡൻസിലൂടെ പ്രൊഫഷണലും കമ്പനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അക്കോർഡിംഗ് ടു യു രാഹുൽ, റൈറ്റ് സെയിൽസ് പ്രൊഫഷണൽ ആരാണ്? ഞാൻ പറഞ്ഞ ആഗ്രഹമുള്ള, ഉയരങ്ങളിലേക്ക് പോകുന്നതിന് കൊതിക്കുകയും സത്യസന്ധമായിട്ടും വളരെ കൃത്യതയോടെയും ക്ലാരിറ്റിയോടെയും വിശ്വാസ്യതയോടെയും പോകാനായിട്ട് ആരെല്ലാം ആഗ്രഹിക്കുന്നു ഇവരൊക്കെ റൈറ്റ് സെയിൽസ് പ്രൊഫഷണലിൻ്റെ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതായത് നല്ല മനസ്സോടുകൂടി അവരൊരു പർപ്പസ് ഡ്രിവൺ ആയിരിക്കണം, അവരുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ കുറച്ച് പറ്റിച്ച് കളിപ്പിച്ച് തട്ടിച്ച് ഇപ്പോഴും കിഴ നേടി ഇങ്ങനെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്ത് അങ്ങനെയല്ല. നമ്മൾ ആ ചെയ്തതിനകത്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് അറിഞ്ഞ് മനസ്സിലാക്കി അടുത്തതിലേക്കുള്ള ജേർണി. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആഗ്രഹവും അറിവ് നേടാനുള്ള ആഗ്രഹവും ഇത് രണ്ടും ഒരുപോലെ വേണം. പഠിക്കുകയും പഠിച്ചത് പ്രവർത്തിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ് ഗോൾസ് എങ്ങനെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും? സെയിൽസ് ഗോൾസ് നമുക്കെപ്പോഴും സെറ്റ് ചെയ്യുന്നത് ഒരു സ്മാർട്ട്, അത് ഓൾറെഡി നമ്മൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതും അറിയാവുന്ന സ്മാർട്ട് ഗോൾസ്, വളരെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു ഗോൾസ് നമ്മളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ ബേസ് ചെയ്ത് അത് മെഷറബിൾ ആകുന്ന രീതിയിൽ, അറ്റൈനബിൾ ആകുന്ന രീതിയിൽ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബോണ്ടഡ്, ഈ ഒരു രീതിയിൽ നമ്മൾ ഗോൾ നമ്മുടെ സെയിൽസ് ടീമിന് സ്ട്രക്ചർ ചെയ്യാം. പക്ഷേ സെയിൽസ് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞ് ഓരോ സെയിൽസ് പ്രൊഫഷണൽസും ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ദ ഗോൾ ഇയർലി ചെയ്യുക. എപ്പോഴും ലോങ് ടൈമിലേക്ക് 5 വർഷം 10 വർഷം എന്നുള്ള രീതിയിൽ ചെയ്യുക. അത് കഴിഞ്ഞ് ഇയർലി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ദ ഗോൾ ആനുവലി, സ്പ്ലിറ്റ് ദ ഗോൾ മന്ത്ലി, ഹിറ്റ് ദ ഗോൾ ഡെയിലി. ഈ രീതി നമ്മൾ സ്ട്രക്ചർ ചെയ്താൽ നമ്മളുടെ മെയിൻ ഗോളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി ചേർത്തതിന് ശേഷം ഓരോ മാസവും അതിൽ ഏതൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഹിറ്റ് ചെയ്യേണ്ടതെന്നും അതിൽ ആ ഓരോ മാസം ഹിറ്റ് ചെയ്യേണ്ടതിൽ ഡെയിലി ഹിറ്റ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ള രീതി സ്ട്രക്ചർ ചെയ്താൽ നല്ല സൂപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. 101% നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺഫിഡൻസോടുകൂടി ചെയ്യും. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ പറയാം, ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ ഒരു 100 സെയിൽസ് പീപ്പിൾ ഉണ്ടെങ്കിലും അതിൽ 20% ആൾക്കാരാണ് അവിടുത്തെ 100% സെയിൽസിൻ്റെ, അതായത് 80% സെയിൽസ് ബ്രിങ് ചെയ്യുന്നത്. 20% ആൾക്കാരാണ് അവിടുത്തെ 80% സെയിൽസ് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള 80% ആൾക്കാരാണ് പിന്നെയുള്ള 20% സെയിൽസ് കൊണ്ടുവരുന്നത്. കാരണം ഈ 20% ആൾക്കാർ ഹൈ എൻഡ് പെർഫോമേഴ്സ് ആയിരിക്കും. അവർക്ക് ഗോൾസ് ഉണ്ടാവും, അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവും, അവർ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ സെയിൽസ് വിന്നേഴ്സിനെ അതേഴ്സിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സെയിൽസിൽ വിന്നറായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അവർ ഒരു ഇമോഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് ഓവർ ഇമോഷണൽ ആകാതെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ച് ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10 വർഷം മുമ്പ് ടെലിഫോൺ അല്ലെ 15 വർഷം മുമ്പ് ടെലിഫോൺ ഒരു അത്ഭുതമായിരുന്നെങ്കിൽ ഇന്ന് ടെലിഫോൺ ഒരു അത്ഭുതമല്ല.
ഇന്ന് ടെലിഫോണിൽ AI ഒരു അത്ഭുതമല്ല എന്ന് പറയുന്ന വരുമ്പം നമ്മുടെ സെയിൽസിന് എന്തൊക്കെ AI വർക്കൗട്ട് ആക്കാം, അതെങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം, അതിൻ്റെ നോളജ് എവിടെയാണല്ലോ അത് ഉടനെ പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ ചെയ്യുന്നു. അതാണ് വിന്നേഴ്സിൻ്റെ ഒരു ഫോമാറ്റാണ്. അവർ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു.